നിങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇതുപോലെ ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാർ? എല്ലാവരും അല്ല കേട്ടോ, എന്നാൽ ചിലവരൊക്കെ എപ്പോഴെന്നെ കണ്ടാലും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ നീ ഒന്നും കഴിക്കാറില്ലേ, നീ എന്താ ഇത്ര മെലിഞ്ഞു പോയത്, അസ്ഥികൂടം പോലെ ഉണ്ടല്ലോ കാണാൻ എന്നൊക്കെ ഞാൻ ഒരു 100-101 തവണ ഞാൻ കേട്ടിട്ടുണ്ടാകും. ഇനി ഒരു പക്ഷേ അതവർ സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കാം, പക്ഷെ അത് എനിക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത പോലെയാണ് തോന്നാറ്. ഈ ഒറ്റ കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഫാമിലി ബന്ധുക്കളുടെ വീട്ടിലേക്കൊന്നും അധികം അങ്ങനെ പോകാറില്ല. അഥവാ അവർ വീട്ടിലേക്ക് വന്നാൽ തന്നെ ഞാൻ അവരുടെ മുമ്പിൽ പോയി ചെന്ന് പെടാറുമില്ല. സത്യം പറയുകയാണെങ്കിൽ തടിയുള്ളവർക്ക് മാത്രമല്ല ഈ ബോഡി ഷേമിങ് കൊള്ളുന്നത്, മെലിഞ്ഞവർക്കും ഒരുപാട് കിട്ടുന്നുണ്ട്. ഞാനിതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവർക്കൊക്കെ സ്വന്തം കാര്യം നോക്കിക്കൂടി, എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ പോയിട്ട് ഇടങ്ങേറാക്കുന്നതെന്ന് ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചിട്ട് എനിക്കൊരു ഉത്തരം കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. പക്ഷേ ഇതിൽ 2 തരം ആൾക്കാരുണ്ട് കേട്ടോ. ചിലവർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും, സ്നേഹം കൊണ്ടൊക്കെ പറയുന്നതായിരിക്കും. എന്നാൽ ചിലർ വെറുതെ നമ്മളെ ഇട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമാവുമായിരുന്നു. പിന്നെ ഞാനത് മൈൻഡാക്കാറില്ല. പിന്നെ അതുപോലെ ബോഡി ഷേമിങ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് പറയുന്നത് നിങ്ങൾക്കൊരു തമാശയാണെങ്കിലും അത് കേൾക്കുന്ന ആൾക്ക് വളരെ വലിയ ട്രോമയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ പണ്ടൊക്കെ ഇത് ഫസ്റ്റ് ടൈം കേൾക്കുന്ന സമയത്തൊക്കെ എനിക്ക് വല്ലാണ്ട് സാഡ് ആവുമായിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വണ്ണം വെക്കാനുള്ള ടിപ്സൊക്കെ നോക്കിയിട്ട് ഞാൻ നടന്ന ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ആ ചെറുപ്പത്തിൽ നമുക്കത് കേൾക്കുമ്പോൾ അത്രയും ഹേർട്ടാകുന്നുള്ളത് ഇവരൊരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ പരിപാടി നിർത്തണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഇതുപോലെയൊക്കെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ളവർ എന്ത് നമ്മളെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് കേട്ട് നിന്നാൽ നിങ്ങൾ അവിടെ തന്നെ നിന്ന് പോകത്തേ ഉള്ളൂ. അവർക്ക് ഒരു ജോലിയും ഇല്ലാത്തത് കൊണ്ടാണ് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതുപോലെയുള്ള ആൾക്കാരെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.